പ്രിയ കർഷക സുഹൃത്തുക്കളെ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുരുമുളക് കൃഷിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കുരുമുളക് ഇല്ലാത്ത ഒരു വീടുണ്ടാവില്ല, പക്ഷേ കുരുമുളക് ചെടിയില്ലാത്ത വീടുണ്ടാവും. ഏതൊരു വീട്ടുകാരുടെയും ആഗ്രഹമാണ് ഒരു തുളസിയും ഒരു കുരുമുളക് ചെടിയുമെല്ലാം വീട്ടിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കാത്തവരില്ല. ഇന്ന് കർഷകർ നേരിടുന്ന പ്രശ്നം കുരുമുളകിന്റെ ദ്രുതവാട്ടം എന്ന് പറയുന്ന ഒരു കേടാണ്. അത് 30-35 വർഷം മുമ്പ് നമ്മൾ അനുഭവിച്ചതാണ്. കൃഷി ചെയ്തിട്ട് ഉള്ള കുരുമുളകെല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും കുരുമുളക് നടും. അങ്ങനെ നഷ്ടപ്പെട്ട ഒരു കർഷകനാണ് ഞാൻ. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച എനിക്ക് കുരുമുളക് കൃഷിയിൽ വിജയമെന്ന് പറയാനില്ല, പരാജയം എന്നേ പറയാനുള്ളൂ. ഇപ്പോഴും കുരുമുളക് വാങ്ങി നടുന്നു. അതൊരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് അത് മഞ്ഞളിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതിന് ഇന്ന് വരെ ഒരു കൃത്യമായ മെഡിസിൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, പ്രതിവിധി കണ്ടെത്തിയിട്ടില്ല. അപ്പോഴാണ് ബ്രസീലിയൻ തിപ്പലി എന്ന് പറയുന്ന കോളിബ്രിനം, അതൊരു കണ്ടൽ ചെടിയാണ്, വൈൽഡാണ്. ആ കണ്ടൽ ചെടിയിൽ കുരുമുളക് ബെഡ് ചെയ്തെടുത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ കുരുമുളകിന്റെ ദ്രുതവാട്ടം ഉണ്ടാകില്ല, ദീർഘകാലം കുരുമുളക് കായ്കൾ കിട്ടും എന്നുള്ളൊരു പഠനം ഉണ്ടായിട്ടുള്ളത്. ബ്രസീലിയൻ തിപ്പലിയെ പറ്റി അറിയാത്തവരാരുമില്ല. അറിയാത്തവരുണ്ടെങ്കിൽ കാണാം നമുക്ക്. ഇതാണ് ബ്രസീലിയൻ തിപ്പലി. ഇതെന്റെ മാതൃ റൂട്ടാണ്. ഇതിൽ നിന്നാണ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ഇത് 2 മദർ പ്ലാന്റ് ആണ്. ഇത് 2 മദർ പ്ലാന്റ്. ഇത് കുറച്ചുകൂടി വലുതായി, ഇത്രയും കൂടി വലുതായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കമ്പനിക്ക് കട്ട് ചെയ്യാം. അത് ഞാൻ വേറൊരു കവറിൽ വെച്ച് പിടിപ്പിച്ചിട്ടാണ് ഇതിലെ വേണമെങ്കിൽ ഇനി കുരുമുളക് ബെഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് ഇനമാണ്. ഇതിപ്പോ വേലിയിൽ പടർത്തിയിരിക്കുന്നേ ഉള്ളൂ. അതേപോലെ ഒരു മാതൃ സസ്യമായിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ പാകത്തിൽ വളർത്തിയെടുത്ത ഒരു കുരുമുളക് ചെടിയാണിത്. ഇനി നമുക്ക് റൂട്ട് സ്റ്റോക്കായ ബ്രസീലിയൻ തിപ്പലിന്റെ തന്നെ പരിചയപ്പെടാം. ഇതാണ് ബ്രസീലിയൻ തിപ്പലി. ഇത് 5 ബാഗുണ്ട്. ഇതൊരു ബാഗാണ്. ബ്രസീലിയൻ തിപ്പലിയെ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന വിവരം കാണിച്ചു തരാം. ഇത് മാതൃസസ്യമായിട്ട് തന്നെ നിലനിർത്തണം. ഇതിന് നമ്മൾ കത്രിക ഉപയോഗിക്കാം, പക്ഷെ ബ്ലേഡാണ് എനിക്ക് ഏറ്റവും അനുകൂലമായിട്ട് തോന്നിയത്. കാരണം ഇതിനെ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇനിയും ഇവിടുന്ന് മുകളങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് ഈ മാതൃസസ്യത്തിൽ നിന്ന് തന്നെ ധാരാളം കഷ്ണങ്ങൾ കിട്ടും. നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. നല്ല ഉറപ്പുള്ളൊരു ചെടിയാണ് ഇത്. ഇതിനെ നമുക്കിനി വേണമെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ വളർത്താം. അതല്ലെങ്കിൽ മണ്ണിൽ തന്നെ നടാം. മണ്ണിൽ നടുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിനെ നമ്മൾ വീണ്ടും കഷ്ണങ്ങളാക്കി മാറ്റാം. ഒരു കഷ്ണമായി. വീണ്ടും കഷ്ണങ്ങളാക്കി മാറ്റി. വീണ്ടും കഷ്ണങ്ങളാക്കി മാറ്റി. ഇപ്പൊ നമുക്ക് മാതൃ പ്ലാന്റിൽ നിന്ന് 4 ചെടികളാണ് കിട്ടിയിരിക്കുന്നത്. ഇത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാൻ ഇത് ശരിക്കും ഇതുപോലെ തന്നെ മണ്ണിൽ നട്ടാൽ മതി, അല്ലെങ്കിൽ പോളി ബാഗിൽ നട്ടാൽ മതി. നമുക്ക് ചട്ടിയിലോ നട്ട് വളർത്താം. പക്ഷെ ഏറ്റവും എളുപ്പം വേര് പിടിപ്പിച്ച് നടുന്നതായിരിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. അത് നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക. നമ്മൾ സാധാരണ ചെടികളൊക്കെ വേര് വരുന്ന ചെടികളൊക്കെ കണ്ടില്ലേ, അതേപോലെ ഇതിനെ നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാം.
ഇങ്ങനെ ഇറക്കി വെച്ച് 2 ആഴ്ച വരുന്നതോടുകൂടെ നിറയെ വേരുകളാണ്. ഇതിന് പ്രത്യേക വളവോ ഒന്നും ചെയ്യേണ്ട, ഒരു തണലുള്ള സ്ഥലത്ത് വെച്ചു കൊടുത്താൽ മതി. ഇത് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ആവശ്യാനുസരണം പോളി ബാഗിലോ ഗ്രോ ബാഗിലോ ചെയ്ത് അതിൽ കുരുമുളക് ബെഡ് ചെയ്തെടുക്കാം. ബെഡിങ് രീതിയെക്കുറിച്ച് നമുക്ക് മറ്റൊരു അധ്യായത്തിൽ പറയാം. എന്തായാലും കോളിബിനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇനി സംശയമുണ്ടാകില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കും ഒരു കോളിബിനം വെച്ച് നിങ്ങളുടെ ചതുപ്പ് നിലമായാൽ പോലും കുരുമുളക് വളർത്തിയെടുക്കാം. കുറ്റിക്കുരുമുളകും വളർത്തിയെടുക്കാൻ കോളിബിനം എന്ന് പറയുന്ന ഈ സസ്യത്തിന് കഴിയും. നന്ദി, നമസ്കാരം.